തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബിറ ജമാലിനെതിരെ ഭരണപക്ഷത്ത് നിന്നും പടയൊരുക്കം. ചെയർപേഴ്സൺ മുന്നണിക്ക് വിധേയനാവുന്നില്ല എന്നാണ് പ്രധാന പരാതി. മങ്ങാട്ട് കവലയിൽ നഗരസഭാ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ വാടകക്കാരൻ നടത്തിയ അനധികൃത നിർമ്മാണം തടയാൻ ശ്രമിച്ചതാണ് ചെയർപേഴ്സണെതിരെ ഭരണപക്ഷം തന്നെ നീക്കം ആരംഭിക്കാൻ കാരണമെന്നാണ് വിവരം. അധികാരത്തിലേറി അധിക നാളായില്ല. തൊടുപുഴ നഗരസഭയിൽ തർക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പതിവ് പോലെ ഭരണപക്ഷത്ത് തന്നെയാണ് ഭിന്നത. കഴിഞ്ഞ ദിവസം ചേർന്ന കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ചെയർപേഴ്സണെതിരെ അംഗങ്ങൾ പരാതി ഉന്നയിച്ചു. മുസ്ലിം ലീഗ് അംഗമായ ചെയർപേഴ്സൺ സാബിറ ജമാൽ മുന്നണിക്ക് വഴങ്ങുന്നില്ലെന്നാണ് ഇവരുടെ ആക്ഷേപം. ഓണത്തോടനുബന്ധിച്ച് നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള ഗാന്ധി സ്ക്വയറിലെ ഗ്രൗണ്ട് മേളകൾക്ക് വിട്ടു നൽകാറുണ്ട്. ഇത്തവണ വ്യാപാരികളുടെ ആവശ്യം പരിഗണിച്ച് മേളയ്ക്ക് ഗ്രൗണ്ട് അനുവദിക്കേണ്ടെന്ന് കൗൺസിൽ യോഗം തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി നടന്ന വോട്ടെടുപ്പിൽ നഗരസഭാ ചെയർപേഴ്സൺ വിട്ടുനിന്നിരുന്നു. കൂടാതെ മങ്ങാട്ടുകവലയിലെ നഗരസഭാ ബസ് സ്റ്റാൻഡിൽ നഗരസഭ വാടകയ്ക്ക് നൽകിയ കെട്ടിടത്തിൽ വാടകക്കാരൻ ചില അനധികൃത കൂട്ടിച്ചേർക്കലുകൾ വരുത്തിയിരുന്നു. അനുമതിയില്ലാതെ നടത്തിയ ഈ നിർമ്മാണം പൊളിച്ചു നീക്കണമെന്ന് നഗരസഭാ സെക്രട്ടറി ഉത്തരവിട്ടു. ചെയർപേഴ്സന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇതും ഭരണപക്ഷത്തെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഒരു നഗരസഭ അധ്യക്ഷ എന്ന നിലയിൽ മുനിസിപ്പാലിറ്റിയുടെ തനത് വരുമാനം കൂട്ടുവാനാണ്, മുനിസിപ്പാലിറ്റിക്ക് വേണ്ട തനത് വരുമാനം കൂട്ടുന്നതാണ് ആ നഗരസഭ അധ്യക്ഷയുടെ ചുമതല. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ മുനിസിപ്പൽ മൈതാനി നാളിതുവരെ ഇതുപോലെയുള്ള മേളകൾക്കായി വിട്ടുകൊടുത്തിരുന്നു. നിലവിൽ ഇത് വ്യാപാരി വ്യവസായികൾ കഴിഞ്ഞ ടൈമിൽ കൊടുക്കുന്ന സമയത്ത് ഒരു പ്രശ്നമുണ്ടായി എന്നുള്ള ശ്രദ്ധ വ്യാപാരി വ്യവസായികൾ പറയുമ്പോഴാണ് എൻ്റെ അറിവിൽ വന്നത്. നഗരസഭ വൈസ് ചെയർമാൻ ഭരണം ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുവെന്നാണ് ചെയർപേഴ്സണെ പിന്തുണയ്ക്കുന്നവർ ആരോപിക്കുന്നത്. ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ചില അംഗങ്ങൾ കുറുമുന്നണി പോലെ പ്രവർത്തിക്കുന്നുവെന്നും ആക്ഷേപമുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.